തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരത്തിലെത്തിയപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങളെപ്പോലെ തന്നെ ഏറെ ഇഷ്ടപ്പെട്ടത് കേരളത്തിലെ ജനങ്ങൾക്കും കൂടിയായിരുന്നു. അത്രമാത്രം ആഘോഷമാക്കി തീർത്തിരുന്നു വിജയുടെ ആ വിജയം മലയാളികൾ. മാത്രമല്ല, മാധ്യമങ്ങൾ ഒരു സർവേ നടത്തിയിരുന്നു. വിജയ് സർക്കാർ ഗവൺമെന്റ് മലയാളികൾക്കിടയിലേക്ക് കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ എത്രമാത്രം പിന്തുണ ഉണ്ടാകുമെന്നറിയാൻ വേണ്ടിയിട്ട്. അതിൽ ഭൂരിപക്ഷം പേരും വിജയ് സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സർവേ റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തത്. അതേസമയം വിജയ് മുഖ്യമന്ത്രിയായപ്പോൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള രീതിയിലും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു. അല്ലെങ്കിൽ കേരളത്തിന് അനുകൂലമായി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്നും കരുതിയിരുന്നു. പക്ഷേ എന്നാൽ മലയാളികളുടെ ആ വിശ്വാസത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേരളത്തിനെതിരെ കടുത്ത നിലപാടുമായിട്ടാണ് തമിഴ് മുഖ്യമന്ത്രിയായ ദളപതി വിജയ് എത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം നിർമ്മിക്കാൻ കേരളം നിരന്തരം ശ്രമിക്കുകയാണ്. എന്നാൽ യാതൊരു കാരണവശാലും പുതിയ ഡാം അനുവദിക്കില്ല. ഇത് പലരെയും നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇത് തന്നെയാണ് വിജയുടെ അവസാന തീരുമാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമങ്ങളെ തമിഴ്നാട് ശക്തമായി തന്നെ എതിർക്കുമെന്നും നിലപാടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നയപ്രഖ്യാപനത്തിൽ വ്യക്തമായിരിക്കുമെന്നും ഇക്കാര്യങ്ങളൊക്കെ തന്നെയും കൂട്ടിച്ചേർക്കുമെന്നും മുന്നോട്ടു പോകുമ്പോൾ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് കേരള ജനതയുടെ ജീവന്റെ സുരക്ഷ മുൻനിർത്തി പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ കാലങ്ങളോളമായുള്ള ആവശ്യമാണ് വിജയ് സർക്കാർ അധികാരമേറ്റപ്പോൾ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലുള്ള മുഖ്യമന്ത്രി വിജയുടെ തീരുമാനത്തെക്കുറിച്ച് മലയാളികളായ ഒരുപാട് പേരാണ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. വിജയുടെ ഈ ഒരു തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് എത്തുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാനും മറക്കരുത്.